നമ്മൾ പറഞ്ഞത് പ്രകാരം തന്നെയാണ് കളി വന്നത്. സ്പെയിൻ കടന്നു, അർജൻറ്റീന കടന്നു. സ്പെയിനിലേക്ക് തന്നെ വരണം, പ്രത്യേകിച്ച് ലമീനെ യമാൽ എന്നും വിളിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗോള് നിങ്ങൾ കണ്ടിരുന്നോ? നമ്മൾ യൂറോ തുടങ്ങിയതിന് ശേഷം പറയുമ്പോൾ മിക്ക സ്റ്റോറീസിലും വന്ന ഒരു 16-കാരനാണ്. 16-ൽ നിന്നും 17-ലേക്ക് പോകാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയാണ്. എന്തൊരു ഗോളായിരുന്നു അത്! നമ്മളൊക്കെ ധാരാളം ഗോളുകൾ ലൈവായിട്ടും ടി വിയിലുമായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഗോളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ മൊമെൻ്റ് ശരിക്കും കണ്ടവർക്ക് അതിൻ്റെ സൗന്ദര്യം ആവോളം ആസ്വദിച്ച് പറയാൻ പറ്റും. ഒരു 16-കാരൻ, അദ്ദേഹത്തിൻ്റെ ടീം ഒരു ഗോളിന് പിറകിലാണ്. തുടക്കത്തിലെ ഫ്രാൻസ് ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു. പിറകിൽ നിന്ന ഒരു ടീമിനെ ആ ബോക്സിന് പുറത്തേക്ക് പന്ത് സ്വീകരിച്ച് ഒന്ന് കറങ്ങി, വലതുകാലിലാണ് പന്ത്, ഇടതിലേക്ക് മാറ്റി ഒന്നുകൂടി കറങ്ങി, അതായത് ഫ്രാൻസിൻ്റെ റബീട്ട് ഉൾപ്പെടെ 2 ഡിഫൻഡേഴ്സിനെ ഇങ്ങനെ അമ്മാനമാടിച്ചു കൊണ്ടുള്ള ഒരു ലോങ് ഷോട്ടാണ്. ബോക്സിന് പുറത്ത് 47 മീറ്റർ ദൂരെ നിന്നാണ്. അതാണ് ശരിക്കും നമ്മൾ മഴവിൽ കിക്ക് പോലെ തോന്നിക്കൊണ്ട്, നമ്മൾ ഫുട്ബോൾ ഭാഷയിലൊക്കെ പറയുന്നത് പോലെ സുന്ദരമായിട്ട്, മകൈൻ നല്ല ഗോൾ കീപ്പറാണ്, ഡൈവ് ചെയ്ത അദ്ദേഹത്തെ മറികടന്നുകൊണ്ട് അത് ഇടത് പോസ്റ്റിനെ ചുംബിച്ച് വലയിലേക്ക് കയറുന്ന അതിസുന്ദരമായൊരു കാഴ്ച. ആ ഗോളോടെ പിറന്നത് കുറേ ചരിത്രമാണ്. ഒരു 16-കാരൻ ലോകകപ്പിൻ്റെ സെമി ഫൈനലിൽ ഗോൾ നേടിയ ചരിത്രമില്ല, കോപ്പയിൽ നേടിയ ചരിത്രമില്ല, യൂറോയിൽ നേടിയ ചരിത്രമില്ല. പെലെക്കൊരു റെക്കോർഡുണ്ടായിരുന്നു ലോകകപ്പിൽ. സെമിയിലാണെങ്കിലും ലോകകപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോളിനുടമ പെലെയാണ്. ആ പെലെയുടെ റെക്കോർഡ് പോലും ഭേദിച്ചുകൊണ്ടാണ് അതിസുന്ദരമായ ആ ഗോൾ വന്നത്. എങ്ങനെ വിശേഷിപ്പിക്കണം എന്നറിയില്ല. 4 മിനിറ്റിനകം വീണ്ടും ഡാനി ഒൽമോ എന്ന മറ്റൊരു യുവതാരം, 10-ാം നമ്പറുകാരൻ, അദ്ദേഹം അതേ സൗന്ദര്യത്തോടു കൂടി മറ്റൊരു ഗോൾ നേടുന്നു. അങ്ങനെ 2-1 എന്നുള്ള ഒരു സ്കോർ ലൈനിലാണ് സ്പെയിൻ ജയിച്ചു കയറുന്നത്. ഇന്നലെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്തുകൊണ്ട് സ്പെയിൻ എന്നുള്ള ചോദ്യവും അതിനുള്ള ഉത്തരവും. ഫ്രാൻസിനെ ഇകഴ്ത്തിക്കൊണ്ടല്ല അത് പറഞ്ഞത്. ഫ്രാൻസ് നല്ല ടീമാണ്. പക്ഷേ അവരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്, ദിദിയർ ദഷാംസ് എന്ന പരിശീലകൻ അവർക്കായി നൽകിയ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഡിഫെൻസീവ് ഓറിയൻറ്റഡ് ആണ്. ഗോൾ കീപ്പറിൽ വിശ്വാസമുണ്ട്, ഡിഫൻസിൽ വിശ്വാസമുണ്ട്. ആ ഡിഫൻസിനെ വിശ്വസിച്ചുകൊണ്ട് തന്നെ വേഗമുള്ള അല്പം നീക്കങ്ങൾ, അത് എംബാപ്പയെ കേന്ദ്രീകരിച്ചാണ്. എംബാപ്പെ മാസ്ക് എല്ലാം മാറ്റിയിട്ട് ഇന്നലെ അത്യാവശ്യം നന്നായിട്ട് ആദ്യ പകുതിയിൽ നന്നായിട്ട് കളിച്ചു. ഫ്രാൻസ് നേടിയ ഗോളിലേക്ക് അദ്ദേഹം കൊടുത്ത ആ ക്രോസ് എല്ലാം അതിസുന്ദരമായിരുന്നു, എന്തൊക്കെ പറഞ്ഞാലും. പക്ഷേ സ്പെയിനിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ആ മാറ്റം കാണേണ്ടത്. നമ്മൾ ഇന്നലെ പറഞ്ഞത് തന്നെ ആവർത്തിക്കുന്നു. കാരണം സ്പെയിൻ മാറി. ഫുവെൻഡെ എന്ന പുതിയ പരിശീലകൻ വന്നതിന് ശേഷം അദ്ദേഹം ഈ താരങ്ങളിൽ വിശ്വസിക്കുന്നില്ല, മറിച്ച് തന്ത്രങ്ങളിൽ വിശ്വസിക്കുന്നു. തന്ത്രപരമായി തന്നെ കളിക്കുന്നു. 2 വിങ് നോക്കുക, ഒന്ന് യമാലുണ്ട്, ഒന്ന് നിക്കോ വില്യംസ് ഉണ്ട്, മിഡിലിൽ അൽവാരോ മൊറാത്തയുണ്ട്, ഒൽമോ തൊട്ട് പിറകിലായിട്ടുണ്ട്. ഇങ്ങനെ ഒരു സെറ്റപ്പ്. ഈ സെറ്റപ്പിലേക്ക് പന്ത് കൊടുക്കുന്നത് ആരാ? റോഡ്രിഗോ ഉൾപ്പെടുന്ന. പെദ്രി ഇല്ലെങ്കിൽ പോലും ആ കുറവെല്ലാം നികത്തിക്കൊണ്ട് കുറുക്കുറയെ പോലുള്ള ആളുകൾ പറന്നിങ്ങോട്ട് കയറുന്ന കാഴ്ച, നിരന്തരം പന്ത് കൊടുക്കുന്ന ഒരു കാഴ്ച. അങ്ങനെ അതിസുന്ദരമായിട്ട് സ്പെയിൻ, ഒന്നുകൂടി ആവർത്തിക്കാം, സ്പെയിൻ ഫൈനലിൽ മാത്രമല്ല കപ്പും അടിക്കും എന്നുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത്രമാത്രം സുന്ദരമായിട്ട്. കാരണം ഈ യൂറോയിൽ തുടർച്ചയായിട്ട് 6 മത്സരങ്ങളാണ് അവർ ജയിക്കുന്നത്. എത്ര ഗോളുകൾ നേടിയത്? ഇന്നലത്തെ 2 ഗോളടക്കം അവരുടെ ഗോൾ സമ്പാദ്യം 11ആയി. ഫ്രാൻസിലേക്ക് നോക്കൂ, ഫ്രാൻസ് ഇന്നലത്തെ 1 ഗോളടക്കം ആകെ നേടിയത് 4 ഗോളുകളാണ്. ആ 4 ഗോളുകളിൽ 2 സെൽഫ് ഗോളാണ്, ഒന്ന് എംബാപ്പയുടെ പെനാൽറ്റിയാണ്, ഒന്ന് ഇന്നലെ നേടിയ ഗോളാണ്. ഗോളുകൾ വളരെ പ്രധാനമാണ് ഫുട്ബോളിൽ എന്ന് പറയുന്നത്. എങ്കിലേ വിജയിക്കാനായിട്ട് പറ്റൂ. അതുകൊണ്ട് ഫ്രാൻസ് സുന്ദരമായി വന്നിരിക്കുന്നു. ഇന്നോ ഇംഗ്ലണ്ട് വേഴ്സസ് നെതർലൻഡ്സ് ആണ്. അവിടെ നമ്മൾ ഈ 2 നല്ല ശക്തികൾ, ബലാബലമുള്ള 2 ടീമുകൾ തമ്മിലുള്ള അംഗമാണ്. ഇംഗ്ലണ്ട് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ താരനിര, താരഭദ്രം, സുഭദ്രമാണ്, മികച്ച താരങ്ങളാണ്. പക്ഷേ കഴിഞ്ഞ 4 മത്സരങ്ങൾ, 5 മത്സരങ്ങൾ നോക്കുക. ആ താരനിരക്ക് ഫിൽഫോദാൻ ആണെങ്കിൽ, ബെല്ലിംഗ്ഹാം ആണെങ്കിൽ, ഹാരി കെയ്ൻ ആണെങ്കിൽ, ഇവരൊക്കെ ഉണ്ടായിട്ട് പോലും ഗോളുകൾ നേടാനായിട്ട് പറ്റുന്നില്ല. തപ്പിത്തടഞ്ഞു വന്ന ഒരു ഇംഗ്ലീഷ് ടീമാണ്. മറുഭാഗത്തോ നെതർലൻഡ്സ് എന്ന് പറയാൻ അത്രയും താരബലമില്ല. പക്ഷേ കുമാൻ എന്ന റൊണാൾഡ് കുമാൻ, പണ്ട് ബാഴ്സലോണയ്ക്ക് പരിശീലിപ്പിച്ചയാളാണ്. അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ വളരെ വലുതാണ്. നമ്മൾ തുർക്കിയെതിരായിട്ടുള്ള ക്വാർട്ടർ ഫൈനൽ കണ്ട് തുർക്കി ഒരു ഗോളിന് മുന്നിൽ നിന്നതിന് ശേഷം ഒരു 7 മിനിറ്റ് സമയം കൊണ്ട് 2 ഗോളടിച്ച് തിരിച്ചു വന്നൊരു ടീമാണ് ഹോളണ്ട്. അപ്പോൾ ഏത് സമയത്തും അവർ തിരിച്ചു വരാം. ലിവർപൂളിനായിട്ട് കളിക്കുന്ന ഗാക്പോ അപകടകാരിയാണ്.
മെംഫിസ് ഡീപേ എന്ന് പറയുന്ന സ്ട്രൈക്കറുണ്ട്. അദ്ദേഹം ഇതുവരെ ഫോമിലേക്ക് വന്നിട്ടില്ലെങ്കിലും പന്ത് നിരന്തരം കൊടുക്കുന്ന ഒരാളാണ്. വേഗ്ഹോസ്റ്റ് എന്നൊരു താരമുണ്ട്, നമ്മൾ തുർക്കിക്കെതിരായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷനിൽ കണ്ടതാണ്. ഇങ്ങനെ കുറേ താരനിര. ഇനിയോ പിൻനിരയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വിർജിൽ വാൻ ഡിജിക് എന്ന് പറയുന്ന മരം പോലുള്ള ഒരു ഡിഫൻഡർ അവിടെ കിടക്കുന്നുണ്ട്. കുറേ നല്ല ടീം. അതുകൊണ്ട് ഇംഗ്ലണ്ടിന് ഇന്ന് എളുപ്പമാവില്ല. പക്ഷേ ഇംഗ്ലണ്ട് ജയിക്കാൻ ഒരു സാധ്യത ഞാൻ കാണുന്നു. കാരണം ഇവരിൽ ആരെങ്കിലും ഒരാൾ, ഫിൽ ഫോദാൻ ആണെങ്കിൽ, ബെല്ലിംഗ്ഹാം ആണെങ്കിൽ, ഹാരി കെയ്ൻ ആണെങ്കിൽ മുന്നോട്ട് വന്ന് ഒന്ന് ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് ജയിക്കാനാണ് സാധ്യത. ഞാൻ ഇന്ന് കാണുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് മത്സരം അധിക സമയത്തേക്ക് പോവാൻ, അധിക സമയത്ത് ഇംഗ്ലണ്ട് ജയിച്ചു കയറാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് ഒരു ഇംഗ്ലീഷ് സ്പാനിഷ് ഫൈനലാണ് യൂറോയിൽ കാണുന്നതെങ്കിൽ നമ്മൾ കോപ്പയിൽ കൂടി വരണം. കാരണം കോപ്പയിൽ അർജൻറ്റീന നമ്മൾ പ്രതീക്ഷിച്ച മെറ്റ് ലൈഫ്, അതായത് അടുത്ത വേൾഡ് കപ്പിൻ്റെയൊക്കെ വളരെ പ്രധാനപ്പെട്ട വേദികൾ എന്നാണ് മെറ്റ് ലൈഫ് എന്ന് പറയുന്നത്. അവിടെ വലിയ പ്രയാസങ്ങളൊന്നുമില്ല. 2 ഗോളിനായിരുന്നു ഈ ചാമ്പ്യൻഷിപ്പിൻ്റെ കോപ്പയുടെ തുടക്കത്തിൽ അർജൻറ്റീന കാനഡയെ പരാജയപ്പെടുത്തിയത്. അതേപോലെ തന്നെ 2 ഗോൾ. ഈ തവണ മാറ്റം എന്ന് പറയുന്നത് മെസ്സിയുടെ ഒരു ഗോൾ. സുന്ദരമായ ഗോളൊന്നുമല്ല, പക്ഷേ മെസ്സി എന്ന് പറയുന്ന താരത്തിന് പുതിയൊരു റെക്കോർഡ് വന്നു. ഇപ്പോൾ രാജ്യാന്തര ഗോൾ പട്ടികയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കഴിഞ്ഞാൽ 2ാം സ്ഥാനത്തേക്ക് മെസ്സി വരുന്നു. അലിദായ് എന്ന പഴയ ഇറാനിയെ പിറകിലാക്കിക്കൊണ്ടാണ് ആ വരവ്. ആരോഗ്യവാനല്ല മെസ്സി എന്ന് നമുക്കറിയാം. എങ്കിൽ പോലും അദ്ദേഹം ഫുൾ ടൈം കളിക്കുന്നു, സുന്ദരമായി കളിക്കുന്നു. നേരത്തെ അൽവാരസിൻ്റെ 22ാം മിനിറ്റിൽ ഗോൾ വരുന്നു. അങ്ങനെ 2-0. നാളെ പുലർച്ചെ കോപ്പയിൽ നടക്കാൻ പോകുന്നതാവാം ഒരുപക്ഷെ ഈ കോപ്പ കണ്ട ഏറ്റവും നല്ല ബലാബലം. ഉറുഗ്വേ വേഴ്സസ് കൊളംബിയ ഗോളുകൾ അടിച്ച്, ജെയിംസ് റോഡ്രിഗസിൻ്റെ സംഘമാണ് ഗോളുകൾ അടിച്ചു കൂട്ടുന്ന ഒരു ടീമാണ്. അതേസമയത്ത് ഉറുഗ്വേ, ലൂയിസ് സുവാരസ് ഉണ്ട്, നൂനസ് ഉണ്ട്, ധാരാളം നല്ല താരങ്ങളൊക്കെ കളിക്കുന്ന ഒരു ടീമാണ്. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിലെ 2 പ്രബലർ തമ്മിലുള്ള ബലാബലമാണ്. ആര് ജയിക്കും എന്ന് ചോദിച്ചാൽ അല്പം എഡ്ജ് ഞാൻ കാണുന്നത് കൊളംബിയക്കാണ്. അങ്ങനെ ഒരു അർജൻറ്റീന കൊളംബിയ ഫൈനലുമാണ് കോപ്പയിൽ ഒരുങ്ങുന്നത്. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ, ഇന്നത്തെ നമ്മുടെ സംസാരത്തിൽ 100-ൽ 100 മാർക്ക് നൽകുന്നത് സ്പെയിനിൽ ബാഴ്സലോണക്കായി കളിച്ച നാളെയുടെ താരമായിട്ട് മാറാൻ പോകുന്ന 16-ൽ നിന്നും 17ലേക്ക് വരുന്ന ഒരു പയ്യനാണ്. ഈ മാച്ചിൻ്റെ ഒരു സമർപ്പണം എന്ന് പറയുന്നത് കളിയിലെ കേമനായി തിരഞ്ഞെടുക്കപ്പെട്ട യമൻ യമാലെ.